ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ദ എക്സ്പ്രസ്. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ നാട്ടിൽ വന്നിട്ട് തിരിച്ച് റിട്ടേൺ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെ നിന്ന് ബൈക്കിലേക്ക് തിരിച്ച് പോകണമെന്ന്. അപ്പോൾ അത് കാരണം വണ്ടി ഇതാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ലോഡ് ചെയ്ത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ 4:30 ഇപ്പോൾ ഏകദേശം 4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എങ്കിൽ തന്നെ വെയിലിന് മുന്നേ, ഇപ്പോഴത്തെ വെയിലറിയാമല്ലോ, വെയിലിന് മുന്നേ ഓടിയെത്താൻ പറ്റും. ഏകദേശം കുറേ ദൂരം ഓടി എത്തിയിട്ട് റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ പോയിട്ട് പിന്നെ വെയിൽ താഴുമ്പോഴത്തേക്കും ഒരു 6-7 മണിയൊക്കെ ആകുമ്പോൾ റൂമൊക്കെ എടുത്ത് നിൽക്കാനാണ് ഒരു പ്ലാനും കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യം ഞാൻ ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യം ഞാൻ മോട്ടോർ വാങ്ങിയിട്ട് പോകുന്ന വഴിയിൽ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ K2 ഒക്കെ ഇല്ല, നമ്മൾ ഇവിടെ നിന്ന് കേരള ടു ഛത്തീസ്ഗഡ് വരെയാണ് കേട്ടോ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ബാക്കി ഇടയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഉൾക്കൊള്ളുക. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്യേണ്ടിരുന്ന് കാണും. അപ്പോൾ വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്യേണ്ടിരുന്ന് കാണും. അപ്പോൾ എന്തായാലും നേരെ വീഡിയോ തുടങ്ങുമ്പോൾ ചാനൽ പുതുതായിട്ടായിരിക്കും കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് അടിച്ചു വയ്ക്കും. നടന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. നേരെ വീഡിയോ എത്തുമ്പോൾ കേസ് അങ്ങനെ വീട്ടിൽ നിന്നതാ ഇറങ്ങിയിട്ടുണ്ട്. പോണോ അപ്പാ? അമ്മ പോണേ? പിന്നെ ഗൈസ് രാവിലെ നേരത്തെ മാക്സിമം ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതാകുമ്പം നമുക്ക് എന്താ പറയുക, ഈ വെയിലിന് മുന്നേ കുറേ ഓടി പിടിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ രാവിലെ ഇറങ്ങി തിരിച്ചത്. ഓക്കെ, എല്ലാവരും രാവിലെ ഒക്കെ സംഭവം വന്നിട്ട് ഈസ്റ്ററിൻ്റെ റാലി വന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് കേട്ടോ പോണേ സംഭവം. അപ്പോൾ ആ റാലിക്ക് പോകാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ നോക്കണം രാവിലെ എന്താടാ സംഭവം എന്നൊക്കെ. ഇങ്ങനെ പോകണോണ്ടേ. പിന്നെ ബാക്കിൽ ഓട് കിടക്കണോണ്ടാണെന്ന് തോന്നുന്നു ഫ്രണ്ട് ഒരു ചെറിയ വെയിറ്റ് കുറവ് തോന്നണുണ്ട്. ഓ, എത്ര എൻ്റെ ട്രാവലിംഗ് ഭ്രാന്ത് തുടങ്ങി അന്നോട്ടുള്ള ഡ്രീമാണ് കേട്ടോ. ഇങ്ങനെ വണ്ടി അത്യാവശ്യം ലോഡൊക്കെ ചെയ്തിട്ട് ഒരു എന്താ പറയുക, റൈഡിങ് ബൂട്ട്, റൈഡിങ് പാൻറ്റ് എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ റൈഡ് ചെയ്യണമെന്ന് കേട്ടോ സംഭവം. ഇന്ന് അത് ഡ്രീം നടത്തി കിട്ടി. നമ്മൾ ഡ്രീമിന് വേണ്ടി പോരാടുക. ഓക്കെ, ഡ്രീമിന് വേണ്ടി ഓടുക. നടത്തി തരുന്നത് നമ്മുടെ മുകളിലിരിക്കുന്ന ആളാണ് കേട്ടോ. എൻ്റെ ഇതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയണത്. കാരണം ഞാൻ എന്താ പറയുക, കിടന്ന് നല്ല കഷ്ടപ്പെട്ടു. ഞാൻ ജോലി സ്ഥലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യാണ്ട് എത്ര ദിവസം കിടന്നിട്ടുണ്ടെന്ന് പറയാം. കാരണം പക്ഷേ എന്തായാലും പുള്ളിക്കാരൻ മുകളിലിരിക്കുന്ന ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അപ്പം പുള്ളിക്കാരൻ ഭയങ്കര ആളാണ്. എന്താ പറയുക, ചില സമയത്ത് നമ്മുടെ കഷ്ടത്തിൽ കൊണ്ടിടും. പക്ഷെ ചില സമയം ഉണ്ടല്ലോ, ആ കഷ്ടമൊക്കെ കഴിഞ്ഞിട്ടൊരു തിരിച്ചു വരവുണ്ടല്ലോ, എൻ്റെ മോനെ, നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ആ കഷ്ടപ്പെട്ടതിൻ്റെ 100 ഇരട്ടി ഹാപ്പിനെസ്സായിട്ട് തിരിച്ചു കൊണ്ടുവിടും. നിങ്ങളെ ഹാപ്പിനെസ് കൊണ്ട് തരും നിങ്ങളെ കയ്യിൽ. അതാണ് ദൈവത്തിൻ്റെ കളി. ആൾ വേറല്ല വരാ. അതുകൊണ്ട് എന്നെ ഇങ്ങനെ പറയുന്നത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഞാൻ അവിടെ ജോലി സ്ഥലത്ത് കഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല. ആ അവസ്ഥയിൽ നടക്കാൻ പറ്റാണ്ട് വരെ കിടന്ന അവസ്ഥയിൽ എന്നെ ദൈവം കൈപിടിച്ച് കൊണ്ടുവന്ന കേട്ടാ. കാരണം ഞാൻ ഇത്രയും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു ദൈവവിശ്വാസി അല്ലായിരുന്നു. പക്ഷേ എൻ്റെ അവസ്ഥയിൽ ഞാൻ വിളിച്ചപ്പോൾ എന്നെ സഹായിച്ച ഒരാളാണ് അത്. ഓക്കെ, അപ്പോൾ അത് കാരണം ഞാൻ പറയും, നമ്മുടെ ഇപ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അല്ലേ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ തന്നെ റൈഡിൽ തുടങ്ങുന്നപ്പോൾ തന്നെ ഞാൻ നെഗറ്റീവ് ഇങ്ങനെ എന്താ പറയുക, കുറേ അലാക്കുളാന്ന് പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ പമ്പിൽ പോയി പെട്രോൾ അടിക്കണം. കാരണം പെട്രോൾ ആൾറെഡി കുറവാണ് വണ്ടിയിൽ. അത് പോയിട്ട് വണ്ടി ബാക്ക് ലോഡിരിക്കുന്നതുകൊണ്ട് ഒരു അല്പം എന്താ പറയാനൊരു ഫ്രണ്ട് വന്നിട്ടൊരു എന്താ പറയുക, ഹാൻഡിലൊരു ഇത് അവൈലബിൾ ആവുന്നുണ്ട്. കാരണം വെയിറ്റ് ബാക്കിലേക്കുക. അപ്പോൾ അത് കാരണം നമുക്ക് ഫ്രണ്ടിൽ വെയിറ്റ് ഇല്ല. അത് കാരണം ഇനിയിപ്പോൾ ജെറി ക്യാനിൽ ഫില്ല് ചെയ്യണം, ടാങ്കിൽ പെട്രോൾ ഫില്ല് ചെയ്യണം. എല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വണ്ടി ഒരു ഇരിപ്പിരിക്കും, സെറ്റും ആവും. നമുക്ക് നേരെ അങ്ങോട്ടുള്ള റൈഡ് കിടിലായിട്ട് ചെയ്യാനും പറ്റും. ഓക്കെ,
ഓക്കെ, പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ട്. പമ്പിൽ കയറി പെട്രോൾ ഫില്ല് ചെയ്യാം, പോവാം. പവർ ഫുൾ ടാങ്ക്. അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ലേ? ഓക്കെ. പോവാ. ഇപ്പൊ പോയാ 2 ദിവസത്തിൽ എത്തും. ആ, അടിച്ചോ. എങ്ങോട്ട് പോയി? ഓ, വണ്ടിയിലൊന്നും പോയില്ല? പള്ളിയിൽ പോയില്ല? പള്ളിയിൽ റാലി നമ്മളത് വഴിയല്ലേ? ആ, ഓ 2-3 ദിവസം മാക്സിമം. ഇതിൽ ഫില്ല് ചെയ്യണം കേട്ടോ. മതി മതി, ഇതിൽ മതി. അടുത്ത് ക്യാനിൽ നിറയ്ക്കണ പോലെയാ ഈ സൈഡിൽ ഇരിക്കണേ. ഓ, പോണ വഴിയിൽ ആവശ്യം വരും. ഓക്കെ ഗൈസ്, നമ്മൾ വണ്ടി പെട്രോളെല്ലാം രണ്ട് ടാങ്കിലെല്ലാം പെട്രോളും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ട് ഇവിടെ നിന്ന് തിരിച്ചു കേട്ടോ ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഫുള്ള് ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഓട്ടിക്കുമ്പം എന്തോ ഒരു വലിയ വണ്ടിയിലിരുന്ന് ഇങ്ങനെ പോണ ഒരു ഫീലുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, അടിപൊളി. അപ്പോൾ എന്തായാലും നല്ല ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവ് കഴിഞ്ഞ് പോണതിൻ്റെ ഒരു സങ്കടമുണ്ട്. കാരണം എന്താ പറയുക, ഇത്രയും ദൂരെ ആയിപ്പോൾ ഇങ്ങനെ നിൽക്കാനേ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം, ഒരു 10 ദിവസത്തെ ലീവിനാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഏകദേശം 10 ദിവസത്തിൽ അല്പം 2 ദിവസം എക്സ്ട്രാ ആയി. കാരണം എനിക്ക് വന്ന ആവശ്യം കഴിഞ്ഞപ്പോൾ അല്പം സമയമായി. അത് കാരണം കുറച്ച് ലേറ്റായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും കുഴപ്പമില്ല, നമ്മൾ എന്തായാലും അങ്ങോട്ട് ഓടി എത്താൻ പോവാണ്. ഇല്ല മാൻ ചേട്ടാ, ഇതിൽ ഇനി ഞാൻ ഇവിടെ നിർത്താനാണ്. രാവിലെ അവരെ കുറ്റം പറഞ്ഞൊരു കാര്യം, കാരണം അവർ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നതാ. എന്ത് ചെയ്യാനാ, ബാക്കിൽ സാധനങ്ങളിരിക്കല്ലേ, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഇപ്പം എത്ര മണി? 4:48 കേട്ടോ ഇപ്പോഴത്തെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമുക്ക് എന്തായാലും ഓടി കുറേ ദൂരം എത്തിയിട്ട് ബാക്കി നമുക്ക് പോകുന്ന വഴിയിൽ വെച്ച് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ തിരക്കുകളുടെ ഇടയിൽ നിന്ന് നേരെ സാധാ നോർമൽ റോഡിൽ നിന്ന് നേരെ ബൈപ്പാസിൽ കയറിയിട്ടുണ്ട്. ഇത് ഏത് ബൈപ്പാസാണെന്ന് അറിഞ്ഞുകൂടാ, NH എന്ന് മാത്രം അറിയാം, ഏതാണെന്നൊന്നും കറക്റ്റ് അറിഞ്ഞുകൂടാ. അതല്ല മെയിൻ വിഷയം. നേരെ ഫ്രണ്ടിൽ നോക്കി നോക്ക്, എൻ്റെ മോനെ അടിപൊളി. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ തമിഴ്നാട് സൈഡ് ഇങ്ങോട്ട് വരുമ്പം മലകൾ, കുറേ മലകരകളുണ്ട് എല്ലായിടും. എവിടെ നോക്കിക്കഴിഞ്ഞാലും മലകരയാണ്. അങ്ങോട്ട് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇപ്പോൾ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 6 മണിയായിട്ടുണ്ട്. കിടിലൻ സൺസെറ്റിൻ്റെ സൂര്യ ഉദിച്ചു പറഞ്ഞ സമയമായി വരുന്നേ ഉള്ളൂ കേട്ടോ. അമ്പോ കിടിലൻ. ക്യാമറ വഴി എത്രത്തോളം അടിപൊളിയായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പം അവിടെ എന്തായാലും ട്രെയിനിൽ ഒരു 3 ദിവസം ഉണ്ട്. എനിക്കാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയപ്പോഴും ട്രെയിനിലാണ് പോയത്, തിരിച്ച് വന്നപ്പോഴും ട്രെയിനിലാണ് വന്നത്. അപ്പം ഭയങ്കര ടാസ്ക്. എനിക്ക് 3 ദിവസമൊക്കെ പറഞ്ഞ് അതിൽ പ്രാന്ത് തുടി. നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊന്നുമില്ല സംഭവം. നമ്മളിപ്പോൾ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നാണെങ്കിൽ അടിച്ചു പൊളിച്ച് കാര്യമൊക്കെ പറഞ്ഞിരിക്കാം. ഇത് സംഭവം എന്താ, ഒറ്റയ്ക്കാ ഇരുന്ന് ബോറടിച്ച് ഭ്രാന്ത് പിടിച്ച് ചത്തുപോകും. മനസ്സിലായില്ലേ? അങ്ങനെ ആ ഒരു കുഴപ്പമില്ല. നമുക്ക് ഇപ്പോൾ എന്തായാലും വണ്ടിയിലല്ലേ പോകുന്നത്, അത് വെച്ചിട്ട് സന്തോഷിക്കുക, അത്രേ ഉള്ളൂ. കഷ്ടപ്പെടാനുള്ള സമയത്ത് കട്ടയ്ക്ക് കഷ്ടപ്പെടണം, എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് കട്ടയ്ക്ക് എക്സ്പ്ലോർ ചെയ്യണം. അതാണ് ലൈഫ്. എൻ്റെ ഒരു വെച്ചിട്ട് എൻ്റെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പറ്റിയ ഒരു
എൻ്റെ ഒരു ലൈഫിൽ ഞാൻ പറയുന്ന കാര്യം, കഷ്ടപ്പെടേണ്ട സമയത്ത് ഫുൾ കഷ്ടപ്പെടണം. അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഫുൾ എൻജോയ് ചെയ്യണം. അതാണ് ലൈഫ്, അതാണ് ലൈഫ്. അത്രേ ഉള്ളൂ. ഇനി ഇങ്ങനെ നീണ്ട് നിവർന്ന് റോഡ് ഇങ്ങനെ കിടക്കും. നമുക്ക് ഇങ്ങനെ സേഫായിട്ട് നമുക്ക് ഛത്തീസ്ഗഡ് വരെ, എൻ്റെ ജോലി സ്ഥലം വരെ ഇങ്ങനെ നമുക്ക് പതുക്കെ മെല്ലെ ഒരു മിനിമം സ്പീഡ് റോൾ ചെയ്ത് ഒരു 80 70 പതുക്കെ പോകാം. നമുക്ക് വലിയ എന്താ പറയുക കല്യാണമോ അങ്ങനെ ഒന്നുമില്ല. പതുക്കെ മെല്ലെ പോയാൽ മതി. അപ്പോൾ അതിനൊക്കെ സേഫായിട്ടാണ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ചുമ്മാ ഇങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും കുറേ നേരം എന്താ പറയുക അങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടു പോവാം. ഓക്കെ, എല്ലായിടവും മലനിരകളാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെ ഈ സൈഡ് നോക്കിയേ, ഇവിടെ കണ്ടോ ഫുള്ള് ഒരു സെഷൻ. ഈ സെഷൻ ഇതാ കഴിയാൻ പോവാ, അടിപൊളി. ഈ സെഷൻ ഇതാ കഴിയാൻ പോവാ. അടുത്തത് ഇങ്ങനെ നോക്കിയേ, ഉണ്ടോ ഈ സൈഡ് മൊത്തം അടുത്ത മലകൾ. കിട്ടില്ല കേട്ടോ. നാവറോല് ഈ കന്യാകുമാരി സൈഡ് അടിപൊളി സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്ഥലം, ഇവിടെ കൂടെ റൈഡ് ചെയ്യാന്ന് വെച്ചാൽ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ തമിഴ്നാട് ഈ സൈഡ് വച്ച് പറഞ്ഞത്. ഈ സൈഡ് കിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റൂട്ട്, മനസ്സിലായില്ലേ? അതാണ് ഞാൻ ഈ റൂട്ട് വെച്ച് വന്നത്. ഇല്ലെന്നാണെങ്കിൽ എനിക്ക് അവിടെ നമ്മുടെ ഏത് റൂട്ടാ, നമ്മുടെ കേരള ബാംഗ്ലൂർ വഴി അങ്ങനെ കർണാടക അതുവഴി നേരെ കയറി പോവാം. പക്ഷേ എനിക്ക് ആ റൂട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ റൂട്ട് ഫുള്ള് സിറ്റിയിൽ കൂടെ ഇങ്ങനെ ഇതാവുമ്പം ഇങ്ങനെ കാടും മലയും താണ്ടി ഇങ്ങനെ ഒരു നീണ്ട പയനം. ഗൈസ് ഫ്രണ്ടിൽ കിടിലെ ഒരു സൗണ്ട് സെറ്റ് ഇങ്ങനെ കിടിലായിട്ട് വന്നോണ്ടിരിക്കുക കേട്ടോ. ഓ മൈ ഗോഡ്, വേറെ ലെവൽ തന്നെ, കിടില സാധനം. ഓ നമ്മൾ പിന്നെ ഇൻസ്റ്റാ 360 വ്യൂ കൂടെ നമ്മൾ കാണണമായിരിക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ സംഭവം ഇൻസ്റ്റാ 360 വെച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ ഇവിടെ വെച്ചിരുന്ന സ്റ്റിക്ക് കേട്ടോ. ഞാൻ ടൈറ്റ് ചെയ്ത് സംഭവം അത് പൊട്ടി കയ്യിൽ വന്ന്. അത് കാരണം ഞാൻ പിന്നെ ഞാൻ കുറച്ചേരം കയ്യിൽ പിടിച്ചിരുന്നു. പിന്നെ എടുത്തിങ്ങനെ ഇടുപ്പിൽ ചൊരി വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ഇടുപ്പിൽ കെട്ടിയിരുന്ന ബാഗുണ്ട്, നമ്മുടെ ചെറിയ പാഡ്സ് ബാഗ്. അതിൻ്റെ ബെൽറ്റിനെ വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഇൻസ്റ്റാ 360 ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് കിടിലം വ്യൂസിനെയൊക്കെ നമുക്ക് പിടിച്ചെടുക്കാം. ഓക്കെ, സൺസെറ്റ് ഫ്രണ്ടിലായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാ, കാരണം ഗോപ്രോയിൽ അത്ര വലിയ വിസിബിലിറ്റി കാണത്തില്ല എന്ന എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നോക്കാം. ഓക്കെ, എന്തായാലും കാണാം. ഓക്കെ, അടിപൊളി, ഭയങ്കര സന്തോഷമാണ്. പോവാം നമുക്ക്. ഗൈസ് നമ്മളെ കൂടെ ഒരു ടീമിനെയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവർ ഫ്രണ്ടിൽ നിന്ന് പോണ്. പക്ഷെ അവരിവിടെ പോകുന്നതാണെന്ന് അറിയത്തില്ല. പോകുന്ന കേട്ടാ. KL01 വണ്ടിയാണ് കേട്ടോ, ട്രിവാൻഡ്രം വണ്ടിയാണ്. എൻ്റേത് KL19, അവർ 01 വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അവരെ കൂടെ ചേർന്നിങ്ങനെ അടിച്ച് പൊളിച്ച് ഡ്രൈവ് ചെയ്ത് പോയാണ് കേട്ടോ. ഒരു സൈഡിൽ സൺസെറ്റ് കിടലോട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈഡ് കിടലായിട്ട് സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു സൈഡ് കിടലൻ റോഡ് കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും അടിച്ച് പൊളിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാം. ഓക്കെ, അങ്ങനെ ഏകദേശം ഒരു 100-150 കിലോമീറ്റർ ഏകദേശം ഓടിയെത്തി കേട്ടോ. എന്നിട്ട് ഇപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയത്താറെന്ന് പറയുന്ന ഒരു സ്പോട്ടിലാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ബിസ്ക്കറ്റ് കഴിച്ച് തിന്നു കേട്ടോ. ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഓക്കെ, വണ്ടിയും കാര്യങ്ങളും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. വണ്ടി അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ചായയും കുടിച്ചിട്ട് നേരെ അങ്ങോട്ട് തെറിക്കാം. ഓക്കെ, അപ്പോൾ അടിപൊളി ഗൈസ്. അങ്ങനെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മധുരയുടെ അടുത്താണ് കേട്ടോ. ഇവിടെ നിന്ന് മധുരയ്ക്ക് ഇനി എത്ര ഒരു 10-20 കിലോമീറ്റർ 22 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം മണി 10 അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. നല്ല ക്ലൈമറ്റ് അത്യാവശ്യം സീനാണ്. വണ്ടി ഇത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഇവിടെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. പറഞ്ഞാൽ നമുക്ക് ഇനിയും 10,800-1900 കിലോമീറ്റർ ഏകദേശം ഇനി ഓടാറുണ്ട്. അപ്പോൾ അത് കാരണം 1800 കിലോമീറ്റർ അടുപ്പിച്ച് ഓടാറുണ്ട്. അപ്പോൾ അത് കാരണം
ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്ത് പോകാം. കാരണം നിറയെ ഓടാമല്ലോ വണ്ടിക്ക്. ജസ്റ്റ് ഒന്ന് റെസ്റ്റ് കൊടുത്ത് അങ്ങനെ പോകാമെന്നുള്ള പ്ലാനാണ്. അതുകൊണ്ട് വണ്ടി ഓടിക്കുന്നു. ഇപ്പം ഹൈവേ ഉണ്ടോ എൻ്റെ പൊന്നെ, വണ്ടിയൊക്കെ പറന്നാണ് പോകണം. പറന്നുണ്ടോ, ഒരു രക്ഷയില്ല. വണ്ടിയൊക്കെ പറന്നാണ് പോകാൻ. ഓക്കെ, എന്തായാലും അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്നൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് 5-10 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് അടുത്ത് പോകുമ്പോൾ ബാക്കി കാണാൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഏകദേശം അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 300 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. ഇപ്പം സമയം എത്ര 11:10 കേട്ടോ. 11:10 സമയം. 300 കിലോമീറ്റർ അടുപ്പിച്ച് ഓടി കേട്ടോ. ഇനി കിലോമീറ്റർ ഉണ്ട്. ഇനി 1740 കിലോമീറ്റർ ഇവിടെ ഉണ്ട്. ബാക്കി നമ്മൾ ഓടിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, അപ്പോൾ നല്ല വിശപ്പുണ്ട്, വയറ് കത്തുന്നുണ്ട്. ഇനി എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കി എന്തെങ്കിലും ലൈറ്റായിട്ടൊന്ന് കഴിക്കണം. ഓവറായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും വണ്ടി ഓടിക്കുമ്പോൾ. അതുകൊണ്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകണം. എനിക്ക് ഈ റൂട്ട് വന്നിട്ട് ചെന്നൈ തേനി തിരുച്ചി ഹൈവേ എന്നാണ് കിടക്കുന്നത്. ചെന്നൈ തിരുച്ചി ഹൈവേ കുഴപ്പമില്ല കേട്ടോ. റോഡൊക്കെ അടിപൊളി റോഡ്. തമിഴ്നാട് റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. കേരള റോഡാണെങ്കിൽ ഇങ്ങനെ ചാടി കുതിരയുടെ പുറത്തിരുന്ന് പോകുന്ന ഫീലാണ്. പക്ഷേ ഇങ്ങോട്ട് ഈ റോഡില്ലേ അടിപൊളി റോഡ് കേട്ടോ. കാരണം ആ ഒരു എന്താ പറയുക, ഒരു ഷേക്ക് പോലും ഇല്ല സാധനം ഉണ്ടാതെ ഇങ്ങനെ പോകുന്നു. ഈ ഫോൺ ഹോൾഡർ അങ്ങനെ നോക്കണ്ട, അത് വന്നിട്ട് എയർ കാറ്റടിക്കുന്നതിൻ്റെ കേട്ടോ, വേറെ ഒന്നുമില്ല. ഇതൊരു സേട്ടിപ്പട്ടിയോ എന്താ സ്ഥലം. ഓ, ഇത് കുറേ പട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തമിഴ്നാട്ടിൽ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളാണ് കുറേ അറിയപ്പെടുന്നത്. അങ്ങനെ ചെറിയൊരു പണി കിട്ടിയ വണ്ടിക്ക് 12 വഴി. ഇപ്പോൾ ഏകദേശം തിരിച്ച് ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ എങ്ങാണ്ട് തിരിച്ചേ ഉള്ളൂ കേട്ടോ. തിരിച്ചിയുടെ അടുത്തെത്താറായപ്പോഴത്തേക്കും പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കോമഡിയാണ് കേട്ടോ. ഓയിൽ ലീക്കായി മൊത്തം കുളമായി കണ്ട. ഓയിൽ ഇത് എവിടെ നിന്ന് എങ്ങനെ ലീക്കാവണേന്ന് അറിഞ്ഞുകൂടാ. സംഭവം ഇന്നലെ ഷോറൂമിൽ കൊണ്ട് എല്ലാം പണിഞ്ഞ് എല്ലാം ക്ലിയർ ആക്കിയാണ്. ഇതിപ്പോൾ എവിടെ നിന്ന് ഇവിടെ എങ്ങാണ്ടോ എന്നാണെന്ന് തോന്നുന്നു ഓയിൽ ലീക്കാവണേ. ഇങ്ങ് നോക്ക്, മൊത്തം ലീക്കായി കുളമായിരിക്കണം. അതുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. ഇനി എന്തായാലും കുഴപ്പമില്ല, സീനില്ല. കാരണം ഇവിടെ തിരുച്ചിയിൽ നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് തിരുച്ചിയിലുള്ളതല്ല, നമ്മളെ മാർത്താണ്ട് അവിടെ ഉള്ളതാണ്. പുള്ളിക്കാരനെ വിളിച്ച് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിന് ഒരാളെ തിരുച്ചിയിലുള്ള വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം വിളിച്ച് പറഞ്ഞ ആളിപ്പോൾ ഇവിടെ എത്താമെന്നാണ് പറഞ്ഞ് 10-15 മിനിറ്റ് ആവും. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിയിട്ട് വേണം ഇനി ഇതിൻ്റെ എന്താണെന്ന് വെച്ച് നോക്കാൻ. മൊത്തം എല്ലാം ഇവിടെ കളഞ്ഞ് കുളമായിരിക്കുന്നുണ്ടാ. എന്തെങ്കിലും എഞ്ചിനകത്ത് പണി കിട്ടിയാൽ പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എന്ത് ചെയ്യാനാ, പണി വരുന്ന വഴി അറിയാൻ പാടില്ല. ഇന്നലെ എല്ലാം പണിഞ്ഞിറക്കിയതാ, എന്ത് ചെയ്യാൻ. വരാനുള്ളത് ഇവിടെ തങ്ങിയിരുന്ന് എവിടെ ഇരുന്നാലും വരും, അത് വേറെ കേസാ. ഇനി കുഴപ്പമില്ല, എന്തായാലും പറഞ്ഞിട്ടുണ്ട് ആൾ വരാമെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും നോക്കാം. ഓ, വണ്ടിയൊക്കെ പറന്നാ പോണേ 100-150. അവിടെ ഈ ഒരു ഒറ്റ മരത്തിൻ്റെ തണലിൽ എന്താ ഇവിടെ നിൽപ്പുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ വരുമെന്ന് പറഞ്ഞു, വരുമ്പോൾ കാണാം. ഓക്കെ, ഒന്ന് വണ്ടി എടുത്ത് അല്പം ഇങ്ങോട്ട് വന്നു കേട്ടോ. നമ്മുടെ പയ്യ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പുള്ളിക്കാരൻ വന്ന് നോക്കിയതിന് ശേഷം പുള്ളിക്കാരൻ ഇങ്ങനെ 2-3 പേരെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞായിരുന്നു. കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും ആരും ഇവിടെ ഇല്ല. വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുന്ന ആൾ റൈഡിലാണ്. കാരണം ഇന്ന് സൺഡേ അല്ലേ, അപ്പം മാക്സിമം എല്ലാവരും റൈഡിലായിരിക്കും. അപ്പം അങ്ങനെ റൈഡിലാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്. അപ്പം ഇനി എന്തായാലും ഇന്നിനി പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹോട്ടൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഹീറോ ഷോറൂം ഉണ്ട്. അപ്പോൾ അവിടെ വണ്ടി കൊടുത്ത് പണിഞ്ഞതിന് ശേഷം നാളെ തന്നെ എന്തായാലും ഇനി റൈഡ് തുടങ്ങുകയുള്ളൂ, ഉറപ്പാണ്. ഇന്നെന്തായാലും ഇനി നടക്കൂല. ഗൈസ്, അങ്ങനെ നമ്മുടെ ഒരു സ്റ്റേ തപ്പി നടക്കണം കേട്ടോ. സ്റ്റേ തപ്പി
ഫസ്റ്റ് ഒരു ലൊക്കേഷൻ കിട്ടി, ആ സ്റ്റേ അതില്ല. അടുത്ത് രണ്ടാമതൊരു സ്റ്റേയുടെ വന്നു. ഇനി എവിടെയാണെന്ന് കറക്റ്റ് ആവില്ല, നോക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ റൂം എടുത്ത് റൂമിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിടലുള്ള റൂം തന്നെയാണ് കേട്ടോ. AC ഉണ്ട്, കണ്ട റൂമുണ്ട്. ഇത് ജാക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് റൂമും കാര്യങ്ങളും, TV ഉണ്ട്. ഓക്കെ, ഇതാണ് റൂം കേട്ടോ. അപ്പോൾ റൂം ഇത് തിരുച്ചിയിൽ തന്നെയാണ് കേട്ടോ റൂം എടുത്തത്. കാരണം വണ്ടി ഓയിൽ ലീക്ക് ആവുന്നില്ല, ആ പാക്കിങ്ങിൻ്റെ ഇടയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നോക്കി കുറച്ച് വർക്ക്ഷോപ്പൊക്കെ എല്ലാവരും പിന്നെ ഓരോരോ പരിപാടികളായിട്ടായതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓക്കെ ഇവിടെ തിരിച്ച്. അപ്പോൾ അതുകൊണ്ട് നാളെ എന്തായാലും ഇവിടെ അടുത്തൊരു ഷോറൂം ഉണ്ട്. അപ്പോൾ അവിടെ പിന്നെ പോയി കൊണ്ടുപോയി റെഡിയാക്കാന്നുള്ള പ്ലാനിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ റെഡി ആയിരിക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതോടെ അതിൻ്റെ പേണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പെടാതിരിക്കാതൊന്നും അറിഞ്ഞൂടാ, ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതുതായിട്ടാരെ കാണണം, സബ്സ്ക്രൈബ് ചെയ്തോടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.